എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ പാറു വീട്ടിലില്ല, അവളെ സ്കൂളിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ വന്നതിന് ശേഷം ഹസ്ബൻഡിനെയും കൂട്ടി ഞങ്ങളുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. റൂം ക്ലീനിങ് വിത്ത് മൈ ഹസ്ബൻഡ്. ഹസ്ബൻഡ് കുട്ടീനെ കൊണ്ടാക്കി വന്ന് ടയേർഡായിട്ട് ഇരിക്കുകയാണെന്നാ പറയുന്നത്. അപ്പം ആക്ട് ചെയ്യാൻ ഞാന് ക്യാമറയ്ക്ക് മുന്നിൽ ആക്ട് ചെയ്യാം, നീ ക്ലീൻ ചെയ്താൽ മതി എന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. എനിവേ, നമുക്ക് റൂം ക്ലീൻ ചെയ്യുന്നത് ആണ് ഇന്നത്തെ മെയിൻ അജണ്ട. റൂം ക്ലീനിങ് ആണ്. സാറ്റർഡേ സൺഡേ ഒക്കെ തിരക്കായിരുന്നു അല്ലേ? സാറ്റർഡേ സൺഡേ അവിടെ ഇവിടെയും പോയിട്ട് ശരിക്കും സാറ്റർഡേ സൺഡേ ആണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇരുന്നിരുന്നത്. പക്ഷെ സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് പറ്റിയില്ല. സാറ്റർഡേ സൺഡേ എന്തൊക്കെ പണി വന്ന് ഞങ്ങള് ഔട്ട് ഓഫ് ദ ഹൗസ് ആയിരുന്നു. ഇന്നലെ രാത്രിയാണെന്ന് ഫ്രീ ആയത്. ഇന്ന് രാത്രി മോളെ കുറച്ച് പഠിപ്പിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തിപ്പിച്ച് കുറച്ച് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണെന്ന് ക്ലീൻ ചെയ്യാൻ പോണത് അല്ലേ? അതെ അതെ, ഹസ്ബൻഡിനെ കുറച്ചേ കൂട്ടുള്ളൂ കേട്ടോ. സാധാരണ അവള് പോയാല് നമ്മൾ എന്തായാലും റൂം ക്ലീൻ ചെയ്യേണ്ടി വരും. അവള് ഒരുപാട് ഐറ്റംസ് അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. എന്നും ക്ലീൻ ചെയ്യുന്നതാണ്, പക്ഷെ ഇന്നൊന്ന് ഡീപ് ക്ലീനിങ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ കർട്ടൻസ് ഒക്കെ എടുത്തിട്ടും എല്ലാം ഒന്ന് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. ആള് സാധാരണ ഇങ്ങനെ ജോലി ചെയ്യാനൊക്കെ വിളിച്ചാല് ചെയ്യാന്ന് പറയും, ചെയ്യില്ലാന്ന് ഒരിക്കലും പറയില്ല. എപ്പോഴും നോ എന്ന വാക്ക് ആള് പറയാറേ ഇല്ല. എന്ത് ജോലിയാണെങ്കിൽ ദിൽവേട്ട കുറച്ച് പാത്രം കഴുകിത്തരുമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. എപ്പോഴാ ചെയ്യാം? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറയും. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഞാൻ ഈവനിങ്ങിൽ ചെയ്യാന്ന് പറയും. ഈവനിങ്ങിൽ ചോദിക്കുമ്പോൾ പറയും ഞാൻ നാളെ ചെയ്യാം, എന്തായാലും ചെയ്യാം. വീക്കെൻഡ് ആയ എന്നോട് പറയും നാളെ ബാത്റൂം ക്ലീനിങ് ഞാൻ ചെയ്യാട്ടോ എന്ന് പറയും. അത് നെക്സ്റ്റ് വീക്ക് ആയാലും ആള് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ നമ്മള് ചെയ്യില്ലെങ്കിലല്ലേ നോ പറയുള്ളൂ. അവൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എനിക്ക് ചിലപ്പോ ചെയ്യാൻ കഴിയില്ല എന്ന് വരും. അപ്പൊ പക്ഷെ എനിക്ക് പിന്നെ ഫ്രീ ആവുമ്പോ ഞാൻ ചെയ്യാറുണ്ട്. 2 മാസത്തിലൊരിക്കലും പാത്രം കഴുകി തരാറുണ്ട്. 2 മാസത്തിൽ ആഴ്ചയിൽ 5 ദിവസത്തിന് പാത്രം കഴുകാറുണ്ട്. 3 ദിവസങ്ങളിൽ ഒരാഴ്ചയിൽ ഞാൻ കഴുകാറുണ്ട്. അവള് പറഞ്ഞ മാതിരി. പിന്നെ ആള് കള്ളമൊക്കെ നല്ല സൂപ്പറായിട്ട് സത്യസന്ധമായിട്ട് കള്ളം പറയുന്ന ആളാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ആള് സത്യമാണോ പറയുന്നത് കള്ളാണോ. എന്നെ അങ്ങനെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് സത്യമാണ്, ജെന്യുവൻ ആയിട്ട് പറയും കള്ളത്തരങ്ങള്. അപ്പൊ നമ്മള് വിശ്വസിച്ചു പോകും. കള്ളത്തരം ഞങ്ങൾ പറയാറില്ല. വീട്ടുകാരോട് ഞങ്ങൾ സത്യമായിട്ട് കള്ളത്തരം പറയാറില്ല. പുറത്തും പറയാറില്ല. കള്ളത്തരം പറയാൻ അറിയില്ല. അതാണ് മെയിൻ പ്രോബ്ലം. അത് മാത്രമേ ഡ്രോബാക്ക് ഉള്ളൂ. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യല്ലോ. ഒന്നില്ലെങ്കിൽ കർട്ടനൊക്കെ ഒന്ന് എടുത്തു തരിക. ഇതൊക്കെ നമുക്ക് ചെയ്തു തന്ന വലിയ ആശ്വാസമാണ് സത്യത്തില്. സാധാരണ പറയും കിച്ചണിൽ വന്ന് നിന്നാ മതി എന്നാൽ തന്നെ ഭാര്യമാർക്ക് സന്തോഷമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ വന്ന് നിന്നാൽ മാത്രം പോലെ അവരെ ഹെൽപ്പ് ചെയ്യും കൂടി ചെയ്താലേ നമുക്ക് കൂടുതൽ ആശ്വാസം കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഓരോ ക്ലീനിങ്ങും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. പാറ് പോകുമ്പോ ഇന്ന് ഡ്രോയിങ് ബുക്കിൽ എന്തോ കളർ ചെയ്യാനുണ്ടായിരുന്നു. അത് ആള് മറന്നുപോയി ചെയ്യാന്. ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ബിസി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ കൂടുതൽ അവളുടെ ടൈം ടേബിൾ ഒന്നും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് രാവിലെയാണ് നോക്കിയത്. അപ്പൊ പോകുന്ന നേരത്തെ അവളെ നോക്കിയപ്പോ അവൾക്ക് ഡ്രോയിങ്ങിൽ കുറച്ച് ചിത്രത്തിൽ കളർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ കളറൊന്നും കാണാനില്ല. അപ്പൊ പണ്ടത്തെ ഒരു കളർ ബോക്സ് എടുത്തിട്ട് ചെയ്തായിരുന്നു. അപ്പൊ അത് ചെയ്ത് അതുപോലെ വെച്ച് പോയതാണ്. ഞാൻ പറഞ്ഞു ഞാൻ എടുത്ത് വെച്ചോളാം, പോകാൻ നേരത്തല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് ആദ്യം എടുത്തു വെക്കാം. ഇതാ മൊത്തം കളറ് ബെഡ്ഷീറ്റിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെന്തായാലും ബെഡ്ഷീറ്റ് മാറ്റണം. 2-3 ദിവസമായി ഇട്ടിട്ട്. അപ്പം കളറൊക്കെ മാറ്റി ഇനി നമുക്ക് കർട്ടൻ മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വായോ, ആ ലൈറ്റ് ഇട്ടിട്ടാന്ന് തോന്നുന്നു ഒരു സ്ക്രാച്ച് വരുന്നത്. ഇവിടെ പുറത്തേക്ക് നോക്കിയാല് നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പാർട്ട്മെന്റ് എടുക്കുമ്പോ തന്നെ ഈ മരങ്ങൾ കണ്ടതുകൊണ്ടാണ് എടുത്തത്. ഇവിടെ നമ്മുടെ കൊച്ചിയിലാണെങ്കിൽ മരങ്ങളുള്ള ചുറ്റുവട്ടം കിട്ടാൻ നല്ല പ്രയാസമാണ്. ഞങ്ങളെപ്പോ എടുക്കുമ്പോഴും ചുറ്റുവട്ടം മരങ്ങളുണ്ടോ തണുപ്പുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. അപ്പൊ കർട്ടനൊക്കെ കഴുകാൻ കൊണ്ടുപോയിടട്ടെ. അപ്പൊ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുക, ആളെ കൊണ്ട് ജോലിയും ചെയ്യിപ്പിക്കാം. ഈ ചാനലിന്മേൽ ഞങ്ങള് ഒരുപാട് സാധനങ്ങള് എടുത്തു വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് എടുക്കാം. എത്ര എടുത്തു വെച്ചാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് പിന്നെയും നിറയും. ഇനി നമുക്ക് ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ജസ്റ്റ് തുടയ്ക്കാനേ ഉണ്ടാവുള്ളൂ, അല്ലാതെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് കേട്ടോ അത്. അപ്പൊ നല്ല കാറ്റുണ്ടായിരിക്കും എപ്പോഴും ഇവിടെ. അപ്പൊ ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഒരാളിതാ വന്ന് വിളിച്ചിട്ടുണ്ട്. മോരുവെള്ളം കലക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താന്നറിയില്ല, നമ്മൾ ബുദ്ധിമുട്ടുന്നത് കാണുന്നോണ്ടാണോന്നാവോ.
കുഴപ്പമില്ല. ഫാനൊക്കെ കുറച്ച് ദിവസം മുൻപ് ക്ലീൻ ചെയ്തുകൊണ്ട് ഫാൻ ഇന്ന് ക്ലീൻ ചെയ്യുന്നില്ല. കുറച്ച് ഉയരത്തിലല്ല, നമുക്ക് പെട്ടെന്ന് എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ലല്ലോ. അപ്പൊ ലാഡർ എടുത്തുകൊണ്ട് വന്ന് എല്ലാ ഫാനും ഒരുമിച്ച് ക്ലീൻ ചെയ്യാറാണ് പതിവ്. അപ്പൊ ഇന്ന് ഫാൻ ക്ലീൻ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ആ വിൻഡോ ക്ലീൻ ചെയ്യാം. ഇതൊക്കെ പാറുവിന്റെ പുസ്തകങ്ങളാണ് കേട്ടോ. അവൾക്ക് ഞങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട്, കഥാപുസ്തകങ്ങളെ. ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ കുറച്ചൊക്കെ വായിച്ച് ശീലാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ എപ്പോഴും ഈ മൊബൈലും ടിവിയും ഒക്കെ അല്ലേ. അപ്പൊ ഡെയിലി രാത്രി കിടക്കുമ്പോൾ ഒരു കഥയെങ്കിലും വായിച്ചിട്ടേ ഞങ്ങൾ കിടക്കാറുള്ളൂ. ഒരു ഹാബിറ്റ് ആക്കി എടുക്കാന്ന് വിചാരിച്ചു. ഇത് ഒരുപാട് വർഷം മുന്നുള്ള കമ്പ്യൂട്ടറാണ് കേട്ടോ. മാരേജിനൊക്കെ മുൻപുള്ള കമ്പ്യൂട്ടറാണ്. ഇപ്പൊ അത് അങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാലും ക്ലീൻ ചെയ്ത് വെക്കാം. യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ അതൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. ബെഡ്ഷീറ്റ് വിരിക്കുന്നതിനുള്ള ഒരു എളുപ്പപ്പണി ഞാൻ ചെയ്യുന്നത്, നല്ല പാടാണല്ലോ വിരിക്കാന്, ഓരോ ഇതിന്റെ ഉള്ളിലേക്ക് ആക്കാനും പ്രയാസമാണ്. ഞാൻ എന്ത് ചെയ്യും, ഒരു ചീർപ്പെടുക്കും എളുപ്പപ്പണിയായിട്ട്, എന്നിട്ട് ജസ്റ്റ് കുത്തി കൊടുക്കും. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, എല്ലാവർക്കും ഓരോ ട്രിക്ക് ഉണ്ടായിരിക്കും. ഇതൊക്കെ ചെറിയ ജോലിയല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും ചിലര്. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള പരിപാടിയൊക്കെ തന്നെയാണ് ഇതും. വീട്ടമ്മ എന്നുള്ള റോള് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പാറും ദിലീപേട്ടനും ഇവിടെ മാരത്തോൺ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ അതിലൊക്കെ പങ്കെടുത്തിട്ട് രണ്ടുപേർക്കും കിട്ടിയ മെഡൽസ് ആണ്. ഒരിക്കൽ പാറും ദിലീപേട്ടനും പങ്കെടുത്ത മാരത്തോണിൽ സച്ചിനായിരുന്നു ഇനോഗ്രേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ സച്ചിനെ കാണാനുള്ള ഒരു ഭാഗ്യം അന്നുണ്ടായി. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ അടിപൊളി. അടിപൊളിയായോ? ഇതിന് മുമ്പ് ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം സെറ്റായി, ഇപ്പൊ നീറ്റിന് ക്ലീൻ ആയി. വന്നപ്പോ തന്നെ ഒരു 10 കിലോ കുറഞ്ഞ മാറിയിട്ടുണ്ട് വീട്, റൂം അല്ലേ. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ.